തുടങ്ങി സ്വർഗസ്നായങ്ങളുടെ പിതാവിനെ പൂജിതാവുന്നേ നിന്റെ രാജ്യം വരുന്ന ഇഷ്ടം സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെ ആശ്രവദിക്കണമേ. ആത്മീയ ശാരീരികമായ അബോധങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ എന്നേക്കും. ശനികളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്. അന്യസ്ഥലത്ത് ആയിരങ്ങൾ ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യമായ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോട് വസിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ നിശ്ചിത കർത്താവേ, ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമാകുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സ്ഥലത്തിന്റെ നാഥ, അന്ന് സത്യമായി ഞങ്ങളുടെ ശരീരം ഉയർപ്പിക്കുന്നവരും മക്കളെ രക്ഷിക്കുന്നവരും ജീവൻ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാൻ പുകഴ്ത്തുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ബലവാനും അമർത്തിയുമായ കർത്താവേ, കാര്യങ്ങളും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിനെ കുറേയെടുത്ത് വീട്ടിലെ കട്ടിലപ്പടയിലും മേൽപ്പടിയും മേൽ തളിക്കുകയും ചെയ്യണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കഠിനപുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും നൃത്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം. ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരൻ്റെ പ്രധാനിയും ഒരു ധനാഠ്യനുമായിരുന്നു. ഈശോ എന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടുത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുൻപേ ഓടി വഴിയിലുള്ളവർ ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്കേവൂസേ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. സക്കേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടു നിന്നവർ, ഇയാളൊരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നുവല്ലോ എന്ന് ഉച്ചഭാവത്തിൽ സംസാരിച്ചു. സക്കേവൂസ് അതൊന്നും ഗമനിക്കാതെ അവിടത്തോട് പറഞ്ഞു: കർത്താവ്, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു: ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റി ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റി നില്ല് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്? അത്തിമരത്തിലെ കൊച്ചുകിളിക്കൂട്ടിൽ
പുള്ളിക്കോയിൽ കുഞ്ഞു കൊഞ്ചും കൂറുമൊഴിയോ പെറ്റുപേരുകണ പൊന്മയിൽ പീലിയോ ചെല്ലക്കാറ്റ് ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് Ha